ഇവിടെ ഒരു 2 പാവപ്പെട്ട കുടുംബങ്ങളുണ്ട്. അവർക്ക് വീട് നിർമ്മിച്ചു തരാൻ സാധിക്കുമെന്നുള്ളതാണ്. ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് 2 വീടല്ല, ഞാൻ 5 വീട് തരാം. സൗജന്യമായിട്ട് നിങ്ങൾ 5 വീട് ഉള്ള സ്ഥലം നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും കണ്ടെത്തുക. ഏറ്റവും അർഹതപ്പെട്ട വീടില്ലാത്ത പാവപ്പെട്ട ആളുകളെ നിങ്ങൾ കണ്ടെത്തിയാൽ ആ 5 പേർക്ക് വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുക. ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ തന്നെ ശരിക്കും ഒരു അത്ഭുതപ്പെട്ടു പോയിരുന്നില്ല. സാധാരണ നമ്മുടെ നാട്ടിലെ ക്ലബ്ബുകള്, സംഘടനകളൊക്കെ വീടുകളൊക്കെ നിർമ്മിച്ചു കൊടുക്കും. അതിനൊരു ബഡ്ജറ്റ് ഉണ്ട്, 7 ലക്ഷം 8 ലക്ഷം അല്ലേ? അങ്ങനെയൊക്കെയാണ്. ഞങ്ങള് മഞ്ചേരിയിൽ 25 വീട് ഒരുമിച്ച് നിർമ്മിച്ചു. ഏകദേശം 2-3 വർഷം മുമ്പാണ് ഞങ്ങൾ അതിന്റെ താക്കോലൊക്കെ കൈമാറിയത്. 450 സ്ക്വയർ ഫീറ്റ് ഒരു വീടാണ്. ഞങ്ങൾക്കൊരു വീട് ഇത്ര എന്നുള്ളൊരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. സൗജന്യമായിട്ട് അവിടെ നിന്ന് ഒരാൾ നമുക്ക് സ്ഥലം തന്നു, അതിൽ ഞങ്ങൾ വീടുണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. ഇവിടെ വന്ന് ഞങ്ങൾ ആ വീട്ടിലേക്ക് നിങ്ങളുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ കണ്ടത് മനോഹരമായ വലിയൊരു വീടാണ്. ഏകദേശം 25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്ന ഒരു വീട് നിങ്ങളുടെ സഹപ്രവർത്തന വേണ്ടിയിട്ട് നിങ്ങൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള ആ ഒരു സ്നേഹവും അല്ലെങ്കിൽ ആ കുടുംബത്തെ നിങ്ങൾ എത്രമാത്രം ചേർത്ത് പിടിച്ചു എന്നുള്ളത് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. എന്താണെങ്കിലും ഇവിടേക്ക് വരാൻ സാധിച്ചത് ഒരുപാട് സന്തോഷമുണ്ട്. അത് മാത്രമല്ല, അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ 1-2 ആളുകൾ പറഞ്ഞത്, ഇവിടെ ഒരു 2 പാവപ്പെട്ട കുടുംബങ്ങളുണ്ട്, അവർക്ക് വീട് നിർമ്മിച്ചു തരാൻ സാധിക്കുമെന്നുള്ളതാണ്. ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് 2 വീടല്ല, ഞാൻ 5 വീട് തരാം. സൗജന്യമായിട്ട് നിങ്ങൾ 5 വീട് ഉള്ള സ്ഥലം നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും കണ്ടെത്തുക. ഏറ്റവും അർഹതപ്പെട്ട വീടില്ലാത്ത പാവപ്പെട്ട ആളുകളെ നിങ്ങൾ കണ്ടെത്തിയാൽ ആ 5 പേർക്ക് വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം. കാരണം അത് നിങ്ങളോട് പറയാനൊരു കാരണമുണ്ട്. അത് നിങ്ങളുടെ ഈ കൂട്ടായ്മയുടെ ഒരു ഐക്യമാണ്. കാരണം ഈ 100 കണക്കിന് ചെറുപ്പക്കാര്, സാധാരണക്കാരായിട്ടുള്ള ആളുകള്, കൂലിപ്പണിക്ക് പോകുന്ന ആളുകള്, നിങ്ങൾ 18 വർഷക്കാലം ഈ നാട്ടിലെ ഈ ഒരു ചാരിറ്റി ട്രസ്റ്റ് കൊണ്ടും ഈ ഒരു ക്ലബൊക്കെ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ കൊണ്ട് ഞാൻ 5 വീട് നിർമ്മിക്കാൻ നിങ്ങളെ സഹായിക്കുമ്പോൾ നിങ്ങൾക്കത് വളരെ കൃത്യമായി പൂർത്തീകരിച്ച് നൽകാൻ സാധിക്കും. അതല്ലെങ്കിൽ ഏറ്റവും അർഹതപ്പെട്ട ആളുകളെ സെലക്ട് ചെയ്ത് അവരുടെ കൈകളിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് 5 വീട് ഞാൻ നിങ്ങൾക്ക് തരാന്നുള്ളത്. എന്താണെങ്കിലും കുറേ കാലമായിട്ട് ഈ വഴിക്കൊന്ന് വന്നിട്ടില്ല. ഞാൻ മാസങ്ങളായി കാസർഗോട്ടേക്ക് വന്നിട്ട്. എന്താണെങ്കിലും സജീവമായിട്ട് എന്റെ പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. എപ്പോഴും നമ്മൾ ഈ നല്ല കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ, നന്മ ചെയ്തു പോകുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ? ഈ കുറെ ഭാഗങ്ങളിൽ നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാവും, പല രീതിക്കുള്ള, അറിയാലോ, നിങ്ങളതൊക്കെ കാണുന്ന കേൾക്കുന്ന ആളുകളാണ്. പക്ഷെ അതിനെയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫാത്തിമയെ പോലെ നിങ്ങളുടെ നാട്ടിലെ നേരത്തെ വീടില്ലാത്ത ആളുകളെ പോലെ ഇതുപോലെ ഒരുപാട് ആളുകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ആ കുടുംബങ്ങൾക്കൊക്കെ താങ്ങും തണലുമായിട്ട് മാറാൻ എനിക്ക് നിങ്ങൾക്കൊക്കെ സാധിക്കും. എന്താണെങ്കിലും ഇവിടെ വരാനും നിങ്ങളൊക്കെ കാണാനും കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.